ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നലത്തെ സംസാരത്തിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. നീ അവളെ കൊല്ലുമെന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്നിട്ട് നീ കൊന്നോ? എന്തായാലും ഈ വെളുപ്പാങ്കാലത്ത് വിളിച്ചതല്ലേ, ഒഴിവാക്കണ്ട. ഹലോ. അമ്മേ, പ്രിയ ഇവിടെ ഇല്ല. അവിടെ ഉണ്ടോ? അല്ല, അവളെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തിനാ അവളെ വിളിക്കുന്നേ? ഇനി എന്തെങ്കിലും ദ്രോഹം ചെയ്യാനുണ്ടോ അവൾക്ക്? അല്ലമ്മേ, അവളോട് ഹോസ്പിറ്റലിലേക്കൊന്ന് വരാൻ പറയണം. അച്ഛൻ അവളെ കാണാൻ ആഗ്രഹമുണ്ട്. ഹോസ്പിറ്റലിലോ? ഹോസ്പിറ്റൽ എന്താ? അയ്യോ, അമ്മ അറിഞ്ഞില്ലേ? അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. ഓ, അത്രയും വലിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചോ? എന്നെ ആരും അറിയിച്ചൊന്നുമില്ല. അത്രയ്ക്ക് പ്രാധാന്യമൊന്നും തന്നിട്ടില്ലായിരിക്കും. വരുൺ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അതുണ്ടാവുമല്ലോ. അവൻ വന്നില്ലെങ്കിൽ തന്നെ അവനെ വരുത്താനുള്ള മാർഗം നിനക്ക് അറിയുകയും ചെയ്യാലോ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ അതൊന്നും പ്രകടിപ്പിക്കാനുള്ള സമയമല്ല. അമ്മ പ്രിയ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കെ. അവളെ കാണാതെ അച്ഛൻ സങ്കടപ്പെട്ടിരിക്കുക. അതുകൊണ്ടാ. ശരി. എന്താ? ദേവനാരായണൻ തിരുമേനിക്ക് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പരമേശ്വരേട്ടനോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. അങ്ങനെ ഉണ്ടായോ? ഉണ്ടായി. വരുൺ അവിടെ ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ട് നമ്മളോടൊന്നും പറയണമെന്ന് അവന് തോന്നിയില്ല. എന്തിനാ അവനെ പറയുന്നേ? അവനെന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ അറിയുമല്ലോ. അമ്മയ്ക്ക് നമ്മളോടൊന്നും പറയായിരുന്നില്ലേ? അത് ചിലപ്പോ വിട്ടുപോയതായിരിക്കും. ഇതൊരു ചെറിയ കാര്യമാണോ? ഇതാണോ വിട്ടുപോകുന്നേ? ഇവരൊക്കെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നേ? വിളിച്ചത് എന്തിനാ? തിരുമേനിക്ക് പ്രിയങ്കമോളെ ഒന്ന് കാണണമെന്ന്. അവളെ അങ്ങോട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനൊന്നേ ഒന്ന് നോക്കട്ടെ. പത്മിനി, തൽക്കാലം ഇക്കാര്യം പറഞ്ഞ അമ്മയോടോ വരുണിനോടോ ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട. വലിയ പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതും കൂടി ആകണ്ട. ഞാനൊന്നും മിണ്ടുന്നില്ല. എല്ലാവർക്കും സന്തോഷമാവട്ടെ. പ്രിയങ്കേ, പ്രിയേ, പ്രിയേ, എവിടെ പോയി മോളെ? പ്രിയങ്കേ, പ്രിയങ്കേ, മോളെ, പ്രിയങ്കേ, പ്രിയങ്കേ. എന്താ എടുത്തി? ഉർവശി, നീ പ്രിയങ്ക മോളെ കണ്ടിരുന്നോ? ഇല്ല, ഞാനിപ്പോ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഈ പെങ്കുച്ചത് എവിടെ പോയിരിക്കുകയാണാവോ? ആറ്റുവാശ്ശേരിന്ന് ഇപ്പൊ വിളിച്ചിരുന്നു. അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാ പറഞ്ഞേ. ആറ്റുവാശ്ശേരിക്കാരൻ എന്തിനാ വിളിച്ചേ? ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞു കാണുവോ? ഏയ്, അതൊന്നുമല്ല. ദേവനാരായണൻ തിരുമേനി ഹാർട്ട് സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലില. ഇപ്പോഴാ അത് നമ്മളോട് വിളിച്ചു പറയുന്നേ. എന്റെ ഈശ്വര, ഇത്രയും വലിയൊരു കാര്യം നമ്മളോട് മറച്ചു വെക്കേ. എന്താ എടുത്ത് ഈ പറയുന്നത്? ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചല്ലേ അവരോരോന്ന് ചെയ്യുന്നേ. എന്റെ ചന്ദ്രേട്ടാ, അത്ഭുതമാണ് ഇവിടെ നടക്കുന്നതൊക്കെ. കേട്ടില്ലേ?
ദേവനാരായണൻ തിരുമേനി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കാന്ന്. ഹ, ഇത്രയും കാലം ഒരുത്തി ഇവിടെ നിന്നതല്ലേ, അവൾക്കൊന്ന് വിളിച്ചു പറയാലോ. ഹ, എന്തിനാ അവളെ പറയുന്നേ? പ്രിയങ്ക പറഞ്ഞില്ലല്ലോ. നമ്മൾ ആ കുടുംബത്തിന് വലിയ ബഹുമാനമൊക്കെ കൊടുക്കും. ഹ, അവരുടെ മനസ്സിൽ നമ്മൾ അത്രേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഉർവശി, നീ പുറത്തോട്ടൊക്കെ പോയി പ്രിയങ്കമോളെ ഒന്ന് നോക്കി. ദേവനാരായണൻ തിരുമേനിക്ക് മകളെ കാണണമെന്നും പറഞ്ഞാ വിളിച്ച്. ഇനി നമ്മളായിട്ടത് മുടക്കണ്ട. പ്രിയങ്ക, പ്രിയങ്ക, ശ്ശോ, എന്താ ഇനിയിപ്പോ ചെയ്യാ? എന്ത് മറുപടി അവരോട് പറയാ? എന്തു പറ്റി പത്മിനി? പ്രിയങ്കമോളെ എവിടെയൊന്നും കാണുന്നില്ല. അകത്തും അടുക്കളയിലും ഒക്കെ നോക്കി. ഈ പ്രദേശത്തൊന്നും അവളില്ല ഏട്ടത്തി. അയ്യോ, പ്രിയങ്ക പിന്നെ എവിടെ പോയി? ഏട്ടാ, എനിക്ക് തോന്നുന്നത് പ്രിയങ്ക പേടിച്ചിറങ്ങി പോയിട്ടുണ്ടാവുന്ന. ഇന്നലെ വരുൺ എല്ലാവരും കേൾക്കല്ലേ പറഞ്ഞത്, അവളെ പച്ചയ്ക്ക് കത്തിച്ച് കൊന്നുകളയുന്നു. അവനങ്ങനെ പറഞ്ഞൂന്ന് വെച്ച് അങ്ങനെ ചെയ്യണമെന്നുണ്ടോ ചന്ദ്രശേഖര? ദേഷ്യം വരുമ്പോ നീയും നിന്റെ മകനും പലതും വിളിച്ചു പറയാറുണ്ടല്ലോ. പലരെയും കൊല്ലുമെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ കൊന്നിട്ടുണ്ടോ? നമ്മുടെ വരുൺ മോൻ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് കേട്ട് പ്രിയങ്ക പേടിച്ചിട്ടുണ്ടാവുന്ന ഞാൻ പറഞ്ഞു. പത്മിനി, നീ വരുണിനെ ഒന്ന് വിളിച്ചോണ്ട് വന്നേ. പരമേശ്വര, ഇനി ഇതിന്റെ പേരിൽ നീ അവനെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. അവനൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവൻ പറയട്ടെ അമ്മേ. എന്തായാലും പ്രിയങ്കയെ കാണാനില്ല എന്നുള്ളത് സത്യം തന്നെയല്ലേ? എന്താ എന്താ അച്ഛാ? പ്രിയങ്ക ഇവിടെ കാണുന്നില്ല. ഇന്നലെ രാത്രിയിൽ നീയും പ്രിയങ്കയും തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ഇന്നലത്തെ സംസാരത്തിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. നീ അവളെ കൊല്ലുമെന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്നിട്ട് നീ കൊന്നോ?